നമസ്കാരം. സിൻസിയർ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഹബിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സ്റ്റിച്ചിങ് ടോപ്പുകൾ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കുറച്ച് പേര് പറഞ്ഞായിരുന്നേ കുറച്ച് ദിവസം മുമ്പ് ഞാനിട്ട വീഡിയോയിൽ കുറച്ച് ടോപ്പ് കണ്ടിട്ട് ആ ടോപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ അവർ കണ്ടില്ല എന്ന് പറഞ്ഞ്, അപ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ഇന്ന് ആ ടോപ്പുകളൊക്കെ കാണിക്കാം. വേറെയും കുറച്ച് ടോപ്പുകൾ കൂടി കാണിക്കാം. അപ്പം എന്നോട് പറഞ്ഞവർ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക, അതിനുശേഷം നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ വശം കണ്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്, മേൽഭാഗം മാത്രമേ കണ്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആ ടോപ്പുകളെല്ലാം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു യെല്ലോ കണ്ടോ, ഇത് ഒരെണ്ണം കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് പ്രിൻസസ് കട്ടിലാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. ഒരു യെല്ലോ കളർ തന്നെ കണ്ടോ. അതും ഇതിൻ്റെ വർക്ക് ശരിക്കും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് അതിൻ്റെ വർക്ക് നന്നായിട്ട് താഴത്തും കൂടി ഒരു ചെറിയ വർക്കുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഒരു കോർണറിൽ ഒരു വർക്കും കൂടിയുണ്ട്. ഇത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ, കോട്ടൺ അല്ല കേട്ടോ, റയോൺ മെറ്റീരിയലാണ്. ചൂടെടുക്കത്തൊന്നുമില്ല, റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ കാണിക്കുകയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ വർക്ക് കറക്റ്റ് മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം മനസ്സിലായോ? ഇതേപോലുള്ള ഡിസൈൻ ഈ താഴെ വരെയുണ്ട്, ഒരു സൈഡിൽ മാത്രം കേട്ടോ, ഈ റൈറ്റ് സൈഡിൽ മാത്രം താഴെ വരെയുണ്ട്. ഇത് പ്രിൻസസ് കട്ടിലാണ് അടിച്ചിരിക്കുന്ന കോളർ ടോപ്പാണ്. 899 ആണ്. ഇത് കോഡ് സെറ്റാണ് കേട്ടോ, ഇതിൻ്റെ പാൻസ് കൂടിയുണ്ട്. കോഡ് സെറ്റാണ്, 899 ആണ്. ഇത് മുമ്പ് കാണിച്ച രണ്ടെണ്ണം 699 ആണ് കേട്ടോ. ഇത് 699 ആണ്. ഇതാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കണ്ടില്ല. ഇതിന് ചെറിയൊരു ലൈനുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് കണ്ടോ, ഇതാണ്. ഇതും പ്രിൻസസ് കട്ടാണ്. ഈ വീഡിയോയിൽ കാണുന്നതിലും കളറുണ്ട് കേട്ടോ, നേരിട്ട്. ഇത് ശരിക്കും ഗോൾഡൻ യെല്ലോ കളറാണ് കണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? ഈ കളറാണ് കേട്ടോ. 699 ആണ്. ഇത് 599 ആണ്. ഇത് കോട്ടൺ അല്ല കേട്ടോ, കണ്ടോ, പോക്കറ്റൊക്കെ ഉണ്ട്. 599 ആണ്. ഇത് 699 ആണ്. ഇത് കോട്ടൺ മെറ്റീരിയലാണ്, നല്ല പ്യുവർ കോട്ടൺ ആണ്. ഇതിൻ്റെ നെക്ക് ബാക്കിലേക്കുള്ളതാണ്. ഇതിൻ്റെ ഡിസൈൻ ഇതാണ്. അത് ശരിക്കും മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇവിടെ വന്ന് കണ്ടവർ, ഇതിൽ കണ്ടിട്ട് എനിക്ക് നേരിട്ട് വന്നവരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ആ വീഡിയോ ഒന്നുകൂടി ഇടണം കേട്ടോ, മിക്കവർക്കും അത് മനസ്സിലായിട്ടില്ല, അതെങ്ങനെയാണ് എന്നുള്ള ടോപ്പാണെന്ന് മനസ്സിലായിട്ടില്ല, കുറച്ച് ഭാഗം മാത്രമേ കണ്ടുള്ളൂ, അതിൻ്റെ പ്രിൻറ്റും കണ്ടില്ല എന്ന് പറഞ്ഞ്. പ്രിൻറ്റ് കണ്ടല്ലോ, കണ്ടോ. പിന്നെ ഇത് ഒരു കോളർ ടോപ്പാണ്. ഞാൻ നേരത്തെ ഒരു യെല്ലോ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ വേറൊരു മോഡല് കണ്ടോ. ഇത് ഒരു കോളർ ടോപ്പ് തന്നെ. ഇത് പിന്നെ ബീഡിങ്ങുള്ള ടോപ്പിൻ്റെ വേറെ കളറുണ്ടോ എന്ന് എന്നോട് 1-2 പേര് ചോദിച്ചായിരുന്നേ. അതുപോലെ തന്നെ അതേ കണ്ടോ, ഇത് ചെറിയ പ്രിൻസസ് കട്ടിൽ വന്ന് ബീഡിങ്ങുള്ള ഒരു ടോപ്പാണ്. ഇതിൻ്റെ താഴെവശം ഇതേപോലെയാണ്. അല്ലേ, ഈ നേരെ തന്നെ ഈ പ്രിൻസസ് കട്ട് ഇവിടെ താഴെ വരുന്നിടം വരെ നമുക്കിതിന് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറേ കളറുണ്ട്. ഇത് തന്നെയല്ല, ഇത് പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ കുറേ കളറുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാം വേർതിരിച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ് ഇതുമേൽ ചെറിയൊരു പ്രിൻ്റ് ഉള്ളത് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതുമേൽ ചെറിയ കണ്ടോ, മേലിൽ മാത്രം. ഇത് ബോട്ട്നെക്കാണ് കേട്ടോ, ബോട്ട്നെക്കാണ്, പ്രിൻസസ് കട്ടാണ്. ബോട്ടം ഉണ്ട് കേട്ടോ, ബോട്ടം എല്ലാ കളറും അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1-2 ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഫുൾ എലാസ്റ്റിക്കോട് കൂടിയ കോട്ടൺ ആണിത് കണ്ടോ. കോട്ടൺ വൈറ്റ്, ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട്. നമ്മുടെ ഇവിടെ എത്ര ടോപ്പുണ്ടോ ആ ടോപ്പിൻ്റെയൊക്കെ എല്ലാ കളറും അതിന് മാച്ച് ചെയ്യണ എല്ലാ ബോട്ടും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബോട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇത് കാഷ്വൽ ബോട്ടാണ്. ഇത് ശരിക്കും പലാസോ ആണ് കേട്ടോ, പലാസോ ഈ കളറിൽ കണ്ടോ. അത് ഞാൻ കുറച്ച് ടോപ്പുകൾ പലാസോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട്, ഇത് നമ്മുടെ സ്റ്റിച്ച് ചെയ്യണതല്ല, ഞാൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ബോട്ടം ഞാൻ എടുത്തതാണ്. കുറച്ച് ആൾക്കാർ പറഞ്ഞ് പലാസോ വേണം എന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ അത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കളറ് അവർക്ക് പറ്റുന്നതല്ല. അപ്പോൾ അവർക്ക് വേണ്ടി അത്യാവശ്യമാണ്, ഉത്സവത്തിൻ്റെ സമയത്ത് കുറച്ച് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തതാണ്. അതും ഇവിടെ കിട്ടും. ഇനി ബാക്കിയുള്ള ടോപ്പുകളും കുറച്ച് കാണിക്കാനുണ്ട്, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത് എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ഞാൻ ഇന്നലെ ഒന്നും സ്റ്റിച്ചിങ് ടോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം എന്നോട് ഇന്നലെ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് നേരത്തെ കാണിച്ച ടോപ്പിൽ കുറച്ച് ടോപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെയൊക്കെ
ലെങ്തിലുള്ളത് ഫുൾ ലെങ്തായിട്ട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ആ വീഡിയോ ഞാൻ കാണിക്കാനായിട്ട് വന്നത്. ഇനി നമുക്ക് കുറേ പുതിയ ടോപ്പുകൾ പരിചയപ്പെടുത്താനുണ്ട്. അപ്പം ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം മറന്നു പോകരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 1 തന്നെ ഈവനിങ്ങിൽ 8 മണിക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കും. അതിന് മാറ്റമൊന്നുമില്ല. അതനുസരിച്ച് നിങ്ങളെല്ലാവരും തയ്യാറാകുക. നമ്പർ അയച്ചു തരാൻ മറന്നുപോയവരോ അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ അയക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്പർ അയച്ചേക്കുക. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ മാർച്ച് 1 തീയതിക്ക്. അപ്പം അതുകൊണ്ട് അതിനുള്ളിൽ ആലോചിച്ചിട്ട് നിങ്ങൾ നമ്പർ അയച്ചു തരാൻ നോക്കുക. നിങ്ങൾ ഇനിയിപ്പോൾ ഈ നമ്പർ അയച്ചവരോട് എനിക്കൊരു കാര്യം പറയാനുള്ള, എല്ലാവരുടെ അഡ്രസ്സ് ഒന്ന് അയച്ചു തരാമോ? ഞാൻ ഫോണിൽ വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ച എല്ലാവരും. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി. എല്ലാവരും അഡ്രസ്സ് ഒന്ന് അയച്ചു തരുവാണെങ്കിൽ നമുക്കത് രജിസ്റ്ററിൽ കയറ്റാം. അപ്പം അതും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്തേക്കണം. എനിക്ക് കുറച്ച് പേര് ബാംഗ്ലൂരുള്ളവരും അവർ പുറത്തുള്ള ടീമെല്ലാം എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവരാരും എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നിട്ടില്ല. അഡ്രസ്സ് കൂടി ഒന്ന് അയച്ചു തരിക കേട്ടോ. അപ്പോൾ ചോദിക്കുക ഞങ്ങളുടെ അഡ്രസ്സൊക്കെ എന്തിനാണ്, അതൊന്നും ഓർത്ത് പഠിക്കൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു രജിസ്റ്ററിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് എത്ര കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാകണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ രജിസ്റ്ററിലൊന്ന് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് അത് ചോദിച്ചത്. നമ്മൾ 1 തീയതി രാത്രി 8 മണിക്ക് ലൈവിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.